നമസ്കാരം. പ്രവാസികളെ വലച്ച് സർക്കാരിന്റെ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി. ഇതിൽ ചേർന്നവർക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ലെന്ന് പറയുന്നതിനിടെ പദ്ധതിയുടെ പട്ടികയിലുള്ള 711 ആശുപത്രികളിൽ പലതിലും സേവനവും ലഭ്യമല്ല. കേരളത്തിന് പുറത്ത് ഇന്ത്യക്കുള്ളിലും വിദേശത്തുമായി ജോലി ചെയ്യുന്ന പ്രവാസി കേരളീയർക്കും കുടുംബത്തിനുമായുള്ള പ്രവാസി ആരോഗ്യ അപകട പരിരക്ഷ ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. സംസ്ഥാനത്തെ 644 പുറത്തുള്ള 67 ആശുപത്രികളാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതെന്നാണ് ഔദ്യോഗിക സൈറ്റിലടക്കം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്നാൽ മിക്ക ആശുപത്രികളും നിലവിൽ പദ്ധതികളുടെ ഭാഗമായിട്ടില്ല. പദ്ധതിയിൽ ചേർന്ന പ്രവാസികൾ നാട്ടിലെത്തി ചികിത്സ തേടുമ്പോഴാണ് ആനുകൂല്യം ലഭിക്കില്ല എന്ന് അറിയുന്നത്. മുഴുവൻ പ്രവാസികളെയും പദ്ധതിയുടെ ഭാഗമാക്കുകയായിരുന്നു സർക്കാർ ലക്ഷ്യം. 7500 രൂപയാണ് ഒരാളുടെ വാർഷിക പ്രീമിയം. 2 കുട്ടികൾ അടങ്ങുന്ന കുടുംബ ഇൻഷുറൻസിന് 13275 രൂപയാണ് പ്രീമിയം. ഇത്തരത്തിൽ പ്രീമിയം അടച്ച് ഒക്ടോബർ 13-ന് കണ്ണൂർ സ്വദേശിയായ പ്രവാസി യുവാവ് നോർക്ക കെയറിൽ ചേർന്നിരുന്നു. പിന്നീട് നവംബർ 20-ന് തന്റെ മകന് 3 ദിവസത്തേക്ക് തളിപ്പറമ്പ് കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സ തേടി. നോർക്ക കെയറിന്റെ പട്ടികയിൽ കണ്ണൂർ ജില്ലയിൽ 45-ാമത്തെ പേരിൽ ആശുപത്രിയുമുണ്ട്. എന്നാൽ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയില്ലെന്ന് യുവാവ് പറയുന്നു. പദ്ധതിയുമായി ബന്ധമില്ലെന്നാണ് ആശുപത്രി അധികൃതർ നൽകിയ വിശദീകരണം. പിന്നീട് നോർക്കയുടെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടെങ്കിലും പ്രയോജനമുണ്ടായില്ല. നിലവിൽ ഈ കസ്റ്റമർ കെയർ നമ്പറുകളിൽ സാധാരണക്കാരായ പ്രവാസികളുടെ വീട്ടുകാർ വിളിക്കുമ്പോൾ മലയാളത്തിന് പകരം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. തിരുവനന്തപുരം 72, കൊല്ലം 58, പത്തനംതിട്ട 34, ആലപ്പുഴ 35, കോട്ടയം 39, ഇടുക്കി 26, എറണാകുളം 81, തൃശൂർ 49, പാലക്കാട് 27, മലപ്പുറം 70, കോഴിക്കോട് 65, വയനാട് 19, കണ്ണൂർ 49, കാസർഗോഡ് 20 എന്നിങ്ങനെയാണ് പദ്ധതികളിലുള്ള ആശുപത്രികളുടെ ജില്ല തിരിച്ചുള്ള എണ്ണം.